Hi. So in the last class, we were about to finish our chapter Laws of Motion. Am I right? So today we are going to finish it. So we have only a little bit remaining. So shall we start? So ഒരു കിടിലം സെക്ഷൻ ആണ് നമ്മൾ തുടങ്ങുന്നത്. So motion in a vertical circle. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. So listen, motion in a vertical circle. നോക്കൂ, നമുക്ക് ഒരു ബോഡി ഒരു വെർട്ടിക്കൽ സർക്കിളിൽ കറങ്ങുന്നതാണ്. വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് നമ്മൾ നിൽക്കുന്നു ഇവിടെ, നമ്മുടെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഹൊറിസോണ്ടൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അത് ഹൊറിസോണ്ടൽ സർക്കിൾ. ഇനി വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പൊ ഇത് വെർട്ടിക്കൽ ആണ്. ഓക്കെ, അപ്പൊ വെർട്ടിക്കലി ഒരു സാധനത്തിന് ഇങ്ങനെ കറക്കുകയാണ് ഒരു സർക്കുലർ പാത്തിൽ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ ലിസൺ. സോ യു കൺസിഡർ എ ബോഡി ഇൻ സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിലുള്ള ഒരു ബോഡിയെ എടുക്കുക. ദിസ് ഈസ് എ സെന്റർ ഓഫ് ദ സർക്കിൾ. ഐ നെയിം ഇറ്റ് O. ദെൻ ഇതിനെ ഒരു ബോഡിയെ നമ്മൾ ഒരു നൂലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ബോഡി. ഓക്കെ, ബോഡി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഈ പൊസിഷന് ഞാൻ A എന്ന് പേര് കൊടുക്കാം. ഇതിങ്ങനെ ഈ സർക്കിളിലൂടെ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് അതിന്റെ വെലോസിറ്റി അറിയണമെങ്കിൽ ഇവിടെ ഒരു ടാൻജന്റ് വരച്ച് നോക്കുക. അപ്പൊ ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി. ബുദ്ധിമുട്ടില്ല. ഈ വെലോസിറ്റിയെ ഞാൻ V1 എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ വെച്ച വെലോസിറ്റി കിട്ടി. ഇനി അടുത്തത് കുറെ നേരം കഴിയുമ്പോൾ ഇത് കറങ്ങി മണ്ടയിലെത്തും അല്ലെ. അപ്പൊ മണ്ടയിലെത്തുന്നു. അപ്പൊ മണ്ടയിലെത്തുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ പൊസിഷനെ ഞാൻ B എന്ന് വിളിക്കാം. അപ്പൊ ഈ പൊസിഷന്റെ പേര് B എന്നാണ്. ഇവിടെ വെച്ചുള്ള വെലോസിറ്റി അറിയണമെങ്കിൽ ഇവിടുന്ന് ടാൻജന്റ് വരച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി. ഇതൊക്കെ നമുക്ക് അറിയാന്നുള്ള പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. ഇനി ബാക്കി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. ഈ കല്ല് ഇവിടെ നിൽക്കുന്ന ഒരു കല്ലാണെന്ന് ഇരിക്കട്ടെ. ഇതിന്റെ വെയിറ്റ് mg ആണ്. വെയിറ്റ് mg എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ടല്ലേ. അപ്പൊ ഈ കയർ വലിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ കയറിൽ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. കയറിൽ മേലോട്ടുണ്ടാകുന്ന ഈ ടെൻഷനാണ് T1. ഓക്കെ, ഇനി ഇത് കറങ്ങി മേലെത്തി ഈ പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോഴും താഴോട്ട് തന്നെ. വെയിറ്റ് മേലോട്ടാവില്ലല്ലോ, വെയിറ്റ് താഴോട്ട്. ഇനി ഈ സമയത്ത് കയർ നല്ല വലിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോഴും അതിനകത്ത് ടെൻഷൻ ഉണ്ട്. ഈ ടെൻഷൻ T2 എന്നാണ് നമ്മൾ പറയും. ഓക്കെ, ഇതിനകത്ത് കോമൺ സെൻസ് ഉള്ള ഒരാളിന് മനസ്സിലാവും ഏതാണ് വലുത്. T1 ആണോ T2 ആണോ വലുത്? നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ പറയും T1 ആണോ T2 ആണോ വലുത്. നമ്മൾ ഈ കയർ നല്ല ടെമ്പർ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് A എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ. അപ്പൊ അവിടുത്തെ ടെൻഷൻ കൂടുതലാണ്. ഈ മണ്ടയിലെത്തുന്ന സമയത്ത് കയർ നമ്മുടെ കല്ല് താഴേക്ക് ലൂസായി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ടെൻഷൻ കുറവാണ്. അപ്പൊ T1 ആണ് വലിയ ടെൻഷൻ, T2 ആണ് ചെറിയ ടെൻഷൻ. അത് നമ്മൾ കോമൺ സെൻസ് വെച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. T1 ഈസ് ഗ്രേറ്റർ ദാൻ T2. ഇത്രയും ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ പല ഡീറ്റെയിൽസും ഞാൻ പറയാൻ പോകുന്നു. നല്ല ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ബോഡി എയിലുള്ള സമയത്തുള്ള കാര്യങ്ങൾ പറയാം. അറ്റ് എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് പറയാം. എയിൽ ഇരിക്കുന്ന സമയത്ത് ഇതിലുള്ള നെറ്റ് ഫോഴ്സ്, രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. mg താഴോട്ടും T1 മേലോട്ടും. ഓക്കെ, അപ്പൊ നെറ്റ് ഫോഴ്സ് എത്രയാണ്? അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് മൈനസ് ചെയ്തതാണ്. നിങ്ങളുടെ കല്ല് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ T1 ആണോ mg ആണോ വലുത്? അപ്പൊ നമ്മൾ വിചാരിക്കും ഈ കല്ല് ഇവിടെ റെസ്റ്റിലായിരുന്നെങ്കിൽ T1 ഉം mg യും ബാലൻസ് ചെയ്തേനെ. അപ്പൊ T1 ഈക്വൽ ടു mg എന്ന് എഴുതിയേനെ. പക്ഷേ ഈ കല്ല് ഈ പോയിന്റിൽ വെച്ച് A എന്ന് പറയുന്ന ഈ പോയിന്റിൽ വെച്ച് കല്ല് സർക്കുലർ പാത്തിൽ കറങ്ങുകയാണ്. അപ്പൊ ഈ സാധനത്തിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഈ സാധനത്തിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെന്ററിലോട്ടാണ്. അപ്പൊ ഈ നെറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അത് സെന്ററിലോട്ടാണ്. അപ്പൊ സെന്ററിലോട്ട് ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടാകണമെങ്കിൽ T1 വലുതും mg താഴെ ചെറുതായിരിക്കണം. ഒന്നുകൂടെ, നമ്മുടെ ബോഡി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. mg താഴോട്ടും T1 മേലോട്ടും. ഈ കല്ല് ഇവിടെ റെസ്റ്റിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ T1 ഈക്വൽ ടു mg എന്ന്. പക്ഷേ ഈ കല്ല് സർക്കുലർ പാത്തിൽ കറങ്ങുകയാണ്. കറങ്ങുമ്പോൾ ഇതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുന്നുണ്ട്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് സർക്കിളിന്റെ സെന്ററിലോട്ടാണ്. അതായത് ഒരു നെറ്റ് ഫോഴ്സ് സെന്ററിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നെറ്റ് ഫോഴ്സ് സെന്ററിലോട്ട് കിട്ടണമെങ്കിൽ T1 വലുതും mg ചെറുതായിരിക്കണം. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണാൻ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. അപ്പൊ T1 മൈനസ് mg എന്ന് എഴുതാം. ഇനി നെറ്റ് ഫോഴ്സ് ആണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ്.
അത് mv²r അല്ലേ? കൊച്ചു ക്ലാസ്സിലെ പഠിച്ചാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ആൻസർ എന്താണ്? mv²r ഈസ് ഈക്വൽ ടു T1 മൈനസ് mg എന്ന് ഞാൻ എഴുതി. ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടുത്തെ വെലോസിറ്റി v1 ആയതുകൊണ്ട് ഇതിന് v1 എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് ഒരു ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 1. ഇനി അറ്റ് ബിയിൽ ചെല്ലുന്ന സമയത്തുള്ള കാര്യങ്ങൾ പറയാം. ബിയിൽ ചെല്ലുന്ന സമയത്ത് ഈ കല്ലിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് നോക്കൂ. mg താഴോട്ട്, T2 താഴോട്ട്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് mg പ്ലസ് T2 ആണല്ലോ. ഈ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് നോക്കൂ, സെന്ററിലോട്ടാണ്. ഈ നെറ്റ് ഫോഴ്സ് ആണ് ഈ സർക്കുലർ പാത്തിൽ കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അത് ഞാൻ mv²r എന്ന് എഴുതി. ഇവിടുത്തെ v2 ആയതുകൊണ്ട് v2 എന്ന് എഴുതി ഇസ് ഈക്വൽ ടു mg പ്ലസ് T2 എന്ന് എഴുതി. എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ ഇവിടെ നമ്മുടെ ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 അങ്ങ് മൈനസ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 1ൽ നിന്ന് 2 മൈനസ് ചെയ്തേ, ലെഫ്റ്റ് സൈഡ് മൈനസ് ലെഫ്റ്റ് സൈഡ് പറയും mv1²r മൈനസ് mv2²r ഈസ് ഈക്വൽ ടു പറയണം T1 മൈനസ് mg മൈനസ് ഈ സാധനം. അപ്പൊ പറയും മൈനസ് ഈ സാധനം ആകുമ്പോ മൈനസ് mg മൈനസ് T2 എന്ന് വരില്ലേ? ഇപ്പൊ എത്രയായി? ഇനി ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നു. നോക്കൂ, അപ്പൊ ഇവിടുന്ന് രണ്ടിലും m/r കോമൺ എടുക്കാം. അപ്പൊ m/r കോമൺ, ബാക്കി v1² മൈനസ് v2² ഈസ് ഈക്വൽ ടു നമുക്കിവിടെ T1 മൈനസ് T2 മൈനസ് 2mg എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്രയും ആൻസർ കിട്ടി. ഇനി നിങ്ങളുടെ കല്ല് ഇരിക്കുന്ന സമയത്ത് ഇത് ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലാണ്. അപ്പൊ ലോവസ്റ്റ് പൊസിഷനിലാണെങ്കിലും ഇത് മൂവ് ചെയ്യാണ്. അപ്പൊ മൂവ് ചെയ്യുന്ന സാധനത്തിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പൊ എയിൽ വെച്ച് നിങ്ങളുടെ കല്ലിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇത് മേലെ ബിയിൽ ചെല്ലുമ്പോ എന്തായിട്ട് മാറും? ഇത് 2r ഹൈറ്റിലേക്ക് പൊങ്ങുകയാണ്. ഇതാർ അപ്പൊ 2r ഹൈറ്റിലേക്ക് പൊങ്ങുകയാണ്. അപ്പൊ ഇവിടെ വെച്ച് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പൊ എയിൽ വെച്ച് നിങ്ങളുടെ കല്ല് ലോവസ്റ്റ് പൊസിഷനിലായതുകൊണ്ട് ഇതിന് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഈ കല്ല് മേലെ ചെല്ലുന്ന സമയത്ത് ഇത് 2r ഹൈറ്റിലേക്ക് ഉയരുകയാണ്. ഉയരത്തിലിരിക്കുന്ന സാധനത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പൊ ഇവിടെ വെച്ച് കല്ലിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതുകൂടാതെ ഇവിടെ വെച്ച് കല്ല് മൂവ് ചെയ്യുകയാണ്. അപ്പൊ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. എയിൽ എനർജിയും ബിയിൽ എനർജിയും ഈക്വൽ ആണ്. ഇപ്പൊ എയിൽ വെച്ചുള്ള കൈനറ്റിക് എനർജി ബിയിൽ ചെല്ലുമ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. അപ്പൊ ഞാൻ അത് എഴുതി, കൈനറ്റിക് എനർജി അറ്റ് എ ബിയിൽ ചെല്ലുമ്പോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി ആയിട്ട് മാറി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൊച്ചുക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാഫ് mv² എന്നാണ്. എയിൽ വെച്ചുള്ള കൈനറ്റിക് എനർജി ഹാഫ് mv1² ആണ്. അപ്പൊ ഹാഫ് mv1² ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ബി എത്രയെന്ന് പറയണം? ഹാഫ് mv2² അല്ലേ? അപ്പൊ ഹാഫ് mv2² ആണ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. ഇവിടെ വെച്ചുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh അല്ലേ? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. h ഹൈറ്റ് ഇരിക്കുന്ന സാധനത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര? mgh. അപ്പൊ mgh എന്ന് പറഞ്ഞാൽ ഇവിടെ 2r അല്ലേ? ആണ്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് റെഡിയാക്കാം. ഹാഫ് m പറയും v1² മൈനസ് ഹാഫ് mv2² ഈസ് ഈക്വൽ ടു 2mgr എന്ന് എനിക്ക് ആൻസർ കിട്ടി. അപ്പൊ ഈ ഇക്വേഷനകത്ത് നമുക്ക് ഇവിടെ ഉണ്ട് എന്താണ് നമ്മുടെ ഇവിടെ ഇതിനകത്ത് മൊത്തത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മൾട്ടിപ്ലൈങ് ബൈ 2. അപ്പൊ മൊത്തത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്തായി? mv1² മൈനസ് mv2² ഈസ് ഈക്വൽ ടു 4mgr എന്നായി. ഇനി എല്ലാത്തിനെയും m കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. m കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് പറയും v1² മൈനസ് v2² ഈസ് ഈക്വൽ ടു പറയും 4gr എന്നൊരു ഇക്വേഷൻ എനിക്ക് കിട്ടി. കണ്ടല്ലോ? അപ്പൊ ഇത്രയും കിട്ടി. അപ്പൊ v1² മൈനസ് v2² എന്ന് പകരം നമുക്ക് ഇതിനകത്ത് 4gr എന്ന് ഇട്ടാൽ ഈ ഇക്വേഷൻ എങ്ങനെയാവും എന്ന് പറയണം. പറയും m/r, പെട്ടെന്ന് പറയണം, m/r ഇൻറ്റു പറയും v1² മൈനസ് v2² എന്ന് പകരം 4gr എന്ന് കൊടുക്കാം. 4gr ഈസ് ഈക്വൽ ടു പറയും T1 മൈനസ് T2 T1 മൈനസ് T2 മൈനസ് 2mg എന്നാണ്. ഓക്കെ,
ഇനി നമുക്ക് വെട്ടാനുള്ളതൊക്കെ വെട്ടാം. അപ്പൊ ബാക്കി പറയാം. 4mg, ഇനി അപ്പുറത്തുനിന്നൊരു 2mg ഇപ്പുറത്തോട്ട് വരും. 2mg ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 എന്നായി. അപ്പൊ T1 മൈനസ് T2ന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. 4mgയും 2mgയും കൂടെ കൂട്ടിയാൽ 6mg. അപ്പൊ നമ്മൾ ഒരു റിസൾട്ട് ഒപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കല്ല് ഇതുപോലെ കറങ്ങുന്ന സമയത്ത് ഇവിടെ വെച്ചൊരു ടെൻഷൻ ഉണ്ട്, അതാണ് T1. അവിടെ വെച്ചൊരു ടെൻഷൻ ഉണ്ട്, അതാണ് T2. ഈ രണ്ട് ടെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്ന് കിട്ടി? 6mg എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെൻഷൻസ്? 6mg. ഇതിന് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ഈ കല്ല് വളരെ സ്ലോയിൽ ഇങ്ങനെ പോവാണ്. വളരെ സ്ലോയിൽ ചെന്ന് കഴിഞ്ഞ് എവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നൂല്, ഈ കെട്ടിയിരിക്കുന്ന സ്ട്രിങ്ങില്ലേ, അത് ചുളുങ്ങിപ്പോകും. അപ്പൊ അത്രയും പതുക്കെ അത് മേലോട്ട് കയറി പോകാൻ പാടില്ല. അപ്പൊ വളരെ സ്ലോയിലാണ് ഇപ്പൊ മേലോട്ട് കയറി പോകുന്നത്. പക്ഷെ ഇവിടെ ചെല്ലുന്ന സമയത്ത് നൂല് നമ്മുടെ ഈ സ്ട്രിങ് ചുളുങ്ങുന്നില്ല എന്ന് വയ്ക്കുക. അപ്പൊ ചുളുങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് ഇവിടുത്തെ ടെൻഷന്റെ വാല്യൂ ആ സമയത്ത് ഇല്ല എന്നാണ് അസംഷൻ. മനസ്സിലായില്ല? നമ്മുടെ ഇവിടെ ഇരുന്ന കല്ല് മേലോട്ട് വളരെ സ്ലോയിൽ, ഏറ്റവും സ്ലോ ആയിട്ട് കയറി പോയാൽ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ നൂല് സ്ലാക്കനിങ് സംഭവിക്കും, ചുളുങ്ങും. അപ്പൊ നൂല് ചുളുങ്ങി താഴെ വന്ന് വീഴും. ഓക്കെ, അപ്പൊ അത് സംഭവിക്കരുത്. അപ്പൊ അത്രയും പതുക്കെയാണ് കയറി പോകുന്നത്, എന്നാൽ നൂല് ചുളുങ്ങാനും പാടില്ല. അപ്പൊ ആ പരുവത്തിൽ വളരെ സ്ലോയിൽ ഇത് മേലോട്ട് ഇങ്ങനെ കയറി പോവാണ്. ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ കയറിൽ എന്തില്ല എന്ന്? ടെൻഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഇവിടെ വെച്ച് കയറിനകത്ത് എന്തില്ല? ടെൻഷൻ ഇല്ല. ഈ വെലോസിറ്റി ഇതിനേക്കാളും കുറഞ്ഞാൽ ടെൻഷൻ ഒട്ടും കാണൂല, ഇത് ചുളുങ്ങി താഴെ പോകും. അപ്പൊ ഏറ്റവും സ്ലോയിൽ, അപ്പൊ നമുക്ക് എന്ത് ഒഴിവാക്കണം? സ്ലാക്കനിങ് ഒഴിവാക്കണം. സോ ടു അവോയ്ഡ് സ്ലാക്കനിങ് ഒഴിവാക്കണമെങ്കിൽ, സ്ലാക്കനിങ് എന്ന് പറഞ്ഞാൽ ചുളുക്ക്, അപ്പൊ നൂലിലെ ചുളുക്ക് ഒഴിവാക്കണമെങ്കിൽ T2ന്റെ വാല്യൂ എത്രയാവണം? 0 ആയിട്ട് എടുക്കണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കല്ലിപ്പോ ബിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ച് T2 ഇല്ല. അപ്പൊ ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. ആ mg മാത്രം കല്ലിന് വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കും. കല്ലിന് വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് എത്ര? mv²/r ആണ്. ഇവിടുത്തെ v എന്ന് പറയുന്നത് v2 ആണ്. ഇനി അപ്പുറം m ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇതിനെ ഇനി കയറ്റാം. അപ്പൊ gr is equal to v2² എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ v2ന്റെ വാല്യൂ എത്ര? √gr എന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? മിനിമം വെലോസിറ്റി അറ്റ് b ടു അവോയ്ഡ് സ്ലാക്കനിങ്. ബിയിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കല്ലിന് വേണ്ട ഏറ്റവും മിനിമം വെലോസിറ്റിയാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. ഈ വെലോസിറ്റിയിലെങ്കിലും പോയാൽ നൂല് ചുളുങ്ങില്ല. അപ്പൊ എന്തിന്റെ വാല്യൂ കിട്ടി? v2ന്റെ ആൻസർ കിട്ടി. ഇനി നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇതിന്റെ നോക്കൂ. v1² മൈനസ് v2² എത്രയാണ്? what is v2²? അത് gr അല്ലേ? is equal to 4gr എന്നായി. അപ്പൊ v1 is equal to, ഇത് അപ്പുറത്ത് വരുമ്പോ 5gr ആയില്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു സാധനം കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താണ്? v1. അപ്പൊ താഴെ വെച്ചുള്ള വെലോസിറ്റിയുടെ ആൻസർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ താഴെ വെച്ച് ഇത്രയും ചെറിയ v1 ഉണ്ടെങ്കിൽ ആ വെലോസിറ്റി ആയിട്ട് ഇത് മേലിൽ ചെല്ലുകയും അവിടെ നൂല് ചുളുങ്ങാതിരിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പൊ എന്താണ്? ഈ സർക്കുലർ പാത്തിൽ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി പോവാൻ വേണ്ടി ആവശ്യമായ ആ വെലോസിറ്റിയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? v1 എന്ന് പറയുന്നത്. അപ്പൊ ആ v1ന്റെ ആൻസർ കിട്ടി. അപ്പൊ നമുക്കിവിടെ ആവശ്യമുള്ള എല്ലാ സംഗതികളും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏത് ടെൻഷനാണ് വലുതെന്ന് നമുക്കറിയാം. T1 വലുത്, T2 ചെറുതാണെന്ന് നമുക്കറിയാം. അപ്പൊ T1 മൈനസ് T2ന്റെ ആൻസർ നമ്മളിവിടെ കണ്ടുപിടിച്ചു. T1 മൈനസ് T2ന്റെ ആൻസർ ബൈ ഹാർട്ട് ചെയ്യണം. 6mg ആണ്. അടുത്തെന്താണ്? ഇവിടുത്തെ വെലോസിറ്റി v1 ഉം അവിടുത്തെ വെലോസിറ്റി v2 ആണ്. അപ്പൊ v1 മൈനസ് v1² മൈനസ് v2² ആൻസർ 4gr ആണെന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്യണം. അടുത്തെന്താണ്? See the minimum velocity at b to avoid slackening, അത് എത്രയാണ്? √gr ആണ്. The minimum velocity required at a such that your stone can just revolve in the circle, അതിന്റെ വാല്യൂ 5gr ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം ഇവിടെ ചെയ്തത് v1² ആണ്. അപ്പൊ 5gr. അപ്പൊ v1ന്റെ വാല്യൂ എത്രയാണ്? √5gr. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റി പോയതാ. അപ്പൊ എന്താണ്? അപ്പൊ v1ന്റെ വാല്യൂ എത്രയാണ്? √5gr. അപ്പൊ what is the difference between the tensions? Difference between the tensions is, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ? Difference between the tensions 6mg. v1² minus v2² ആൻസർ 4gr. അടുത്ത മിനിമം വെലോസിറ്റി റിക്വയർഡ് അറ്റ് b to avoid slackening എത്രയാണ്?
അതാണ് V2. V2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് GR ആണ്. Minimum velocity required at A such that your stone can just move in the circle. അത്രയാണ് റൂട്ട് ഓഫ് 5GR. ഇത്രയും സംഗതികൾ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ ആണ്. സോ എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്? സോ വി വർ എക്സ്പ്ലെയിനിങ് ദ മോഷൻ ഓഫ് എ സ്റ്റോൺ tied to a string moving in a vertical circle. ഇപ്പോൾ ഒരു സ്റ്റോണിനെ ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് ഒരു വെർട്ടിക്കൽ സർക്കിളിൽ കറക്കിയാൽ അതിന്റെ മോഷന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ട് ഇത് ഫുൾ ആയിട്ട് ഞാൻ പറയാം. സോ ലിസൺ പ്രോപ്പർലി. എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. സോ എല്ലാ കാര്യങ്ങളും പറയാം, ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറയാം. ഓക്കെ, സർക്കിൾ വരച്ചു. ദിസ് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, സെന്റർ ആണല്ലോ. ഇവിടുന്ന് ഒരു സ്ട്രിങ് ഉണ്ട്. ഇവിടെ നമ്മുടെ കല്ലാണ്. അപ്പൊ ഈ കല്ല് ഇരിക്കുന്ന ഈ പൊസിഷന്റെ പേര് A എന്നാണ്. ഈ കല്ല് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. ഈ പൊസിഷന്റെ പേരാണ് B എന്ന്. ഓക്കെ, കല്ല് ഈ ഡയറക്ഷനിൽ കറങ്ങുകയാണ്. ഈ സമയത്തുള്ള ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്. ഈ സമയത്തുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് V2 ആണ്. ഇതൊക്കെ നമുക്ക് അറിയാം. ഇനി എന്താണ് പറഞ്ഞത്? ഈ സർക്കിളിന്റെ സെന്ററിനെ ഞാൻ O എന്ന് പേര് കൊടുത്തു. സർക്കിളിന്റെ റേഡിയസ് എത്ര? 6 ആണ്. ഇതെല്ലാം അറിയാം. ഇനി എയിൽ വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയാം. വാട്ട് ഈസ് എ വെയിറ്റ്? mg. ഓക്കെ, വെയിറ്റ് ഈസ് ഡൗൺവേർഡ്സ്. അടുത്ത, there will be a tension in the string. I name it T1. It is upwards. Then here at B the weight is downwards, no doubt. The tension in the string is T2. Okay, T2. It is also downwards. നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. ഈ A എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ച് വെയിറ്റ് കാരണം ഈ നൂല് നന്നായിട്ട് ടെമ്പറായിട്ട് വലിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ ടെൻഷൻ കൂടിയ ടെൻഷൻ ആയിരിക്കും. ഇനി അടുത്ത്, ഇവിടെ വെച്ചിട്ട് കല്ല് മേലറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇത് താഴോട്ട് വരാനുള്ള ടെൻഡൻസി ആയിരിക്കും ഈ കല്ലിനുള്ളത്. അപ്പൊ ഈ നൂലിന് അത്രത്തോളം ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ T2 ചെറുതാണ്. അപ്പൊ നിങ്ങൾ പറയും T1 is greater than T2. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. സോ ഓരോ ഡീറ്റെയിൽസും പറയാ. See, at A യിലുള്ള കാര്യങ്ങൾ പറയൂ. So your stone is at A. How many forces are acting there? 2 forces. What are they? mg downwards, T1 upwards. So which is greater? So I say T1 is greater. So if your stone is at rest, T1 will be equal to mg. But here your stone is not at rest. It is moving in a circle. So it requires a centripetal force. Centripetal force is directed towards the center of the circle. So the net force acting on the stone is directed towards the center of the circle. Am I right? Here you can find 2 forces. What are they? mg and T1. So which is greater? T1 should be greater. Then net force will be T1 minus mg. Net force will be towards the center. That net force provides centripetal force. So what is the net force? Right. Net force is what? Bigger one minus smaller one. Which is bigger one? T1 minus smaller one mg. No problem. Then net force is what? Centripetal force. What is it? mv square by r. Okay, here v1 is equal to T1 minus mg. No problem. Equation number 1. Then say about point B. At B. So at B, how many forces are acting on your stone? 2 forces. What are they? mg and T2. So what is the net force? So net force is what? T2 plus mg. Net force is directed towards the center of the circle. This net force provides centripetal force. What is centripetal force? mv square by r. What is V here? V2. So is equal to T2 plus mg. So I am getting my second equation. No problem. Then I am subtracting. See, equation 1 minus equation 2. So LHS minus LHS is equal to RHS minus RHS. Say, what is LHS here? mv1 square by r. So mv1 square by r minus mv2 square by r is equal to, say, T1 minus mg minus this one. So minus of this one. So minus T2 minus mg. Any problem? So m by r common. Then balance v1 square minus v2 square is equal to T1 minus T2 minus 2mg. No problem. Then what is the next one? So I am keeping this equation in a box. No doubt.
Then what is the next one? See, at A, your stone is at the lowest position. At the lowest position, it has no potential energy. So it has, but it is moving. So it will have kinetic energy. So at a point A, your stone will have kinetic energy. Now your stone reached the point B. So it is moving and it is raised to a height 2r. So it will have kinetic energy and potential energy. By law of conservation of energy, energy will can be energy is neither created nor destroyed. See, total energy will be constant. So energy at A will be equal to energy at B. What is energy at A? Kinetic energy. What is energy at B? Kinetic energy plus potential energy. So I shall write kinetic energy at A becomes what? Kinetic energy plus potential energy at B. Okay, no doubt. What is the kinetic energy? Half mv square. Here half mv1 square equal to what is the kinetic energy at B? Half mv2 square plus what is the potential energy at B? Potential energy is mgh. Here height is 2r. So mg into instead of h you write 2r. Then this taken to the LHS side. So half mv1 square minus half mv2 square equal to 2mgr. Is it clear? Then you multiply throughout by 2. So what will you get? So multiply every term by 2. So what will you get? mv1 square minus mv2 square minus mv2 square is equal to multiply by 2. So 4mgr. Then you divide throughout by m. So what are you getting? v1 square minus v2 square is equal to 4gr. So you are getting the next equation. You substitute this value in this equation. Okay. So instead of v1 square minus v2 square, you substitute that. So m by r into what is v1 square minus v2 square? It is 4gr. Then is equal to say t1 minus t2 minus 2mg. No problem. Then see r cancel. I am getting 4mg. Say 4mg. Then plus 2mg is equal to t1 minus t2. Or T1 minus T2 is equal to what? 6mg. So I am getting a new result. What is the difference between the tensions? The difference between the tensions is equal to 6mg. No problem. Then, so what is the next one? See, your stone is here now. Oh, am I right? It is moving at a slow speed. Am I right? It is just crossing this point B. Am I right? If it is going at a slow speed, what will happen? It will come down and the string will undergo slackening. Okay? So we have to avoid that slackening. So to avoid slackening at B, to avoid slackening at B, okay, you have to avoid slackening. So your stone must have a minimum velocity. Shall I name it V2? So your stone will have a minimum velocity. I name it V2. In that condition, see, your stone is moving at a very slow speed. If it is moving at a speed less than that, what will happen? It will come down and the string will undergo slackening. Okay, so in that condition, see, we assume that there is no tension for the string. So in this condition, T2 is taken as 0. So the only force acting is mg. This mg alone provides centripetal force. So mg alone provides centripetal force. What is centripetal force? mv square by r. There v is v2. So cancel m. So it cross. So gr is equal to v2 square. Then what is v2? v2 is equal to say root of gr. So this is a minimum velocity required at the uppermost point to avoid the slackening in the string. Is it clear? Now you have one equation here. So in this equation you can substitute this value v1 square minus what is v2 square? v2 square is gr. So gr is equal to 4gr. Then what is v1 square? v1 square is equal to 5gr or v1 equal to root of 5gr.
then you are getting a new result to say what is it? V1. V1 is equal to root of 5gr. This is the minimum velocity required at the point A such that your stone can just move in the vertical circle. Okay. So which tension is greater? T1 is greater. So T1 greater than T2. Then what is the difference between the tensions? T1 minus T2 is equal to what is T1 minus T2? 6 mg by heart. Then what is the next equation you are getting? V1 square minus V2 square is equal to 4gr by heart. Then what is the next one? What is the answer of V2? V2 is equal to root of gr. What is the answer of V1? Root of 5gr. Root of 5gr. Is it clear? So you are getting some results. Once again, which tension is greater? T1 is greater. So T1 greater, T2 less. Then what is the difference between the tensions? Difference between the tensions T1 minus T2 is equal to 6 mg. Then what is the next one? V1 square minus V2 square is 4gr. Then what is the next one? What is the answer of V2? V2 is equal to root of gr. What is the next one? V1 equal to root of 5gr. ഇതെല്ലാം നിങ്ങൾ by heart ചെയ്യണം. So what is our question? Explain the motion of a stone tied to a string in a vertical circle. അപ്പോൾ what are you going to write? ആദ്യം നമുക്ക് പടം വരച്ചിട്ട് സെന്റൻസുകളൊക്കെ എഴുതാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ ഫുൾ കൊടുക്കാം. So you say the entire things. See, you draw a circle, no doubt for you. Then this is the center of the circle. Then string, then stone. Okay, this position is named A. Then see, after some time it comes to this position. This position is known as B. Okay, no problem. The stone is moving in this direction. Here the weight is mg. No problem. The tension in the string is like this. I name it T1. This is the center of the circle. I name it O. Then here at B, see the weight is mg. The tension in the string is T2, no problem. Then what is the velocity here? To find the velocity, you just draw a tangent here. This is the velocity V1. What is the velocity here? Draw a tangent. This is the velocity. I name it V2. No problem. Now see, okay. Say the things. See, consider a stone tied to a string moving in a vertical circle. See, the lowest position is called A, the uppermost position is called B. The velocity at the lowest position is V1, velocity at the uppermost position is V2. Then, say, radius of the circle is R. Then, say about the position A. At the position A, two forces are acting. What are they? mg and T1. So, what is my question? Which force is greater? Which force is greater? How will you decide? See, here I say T1 is greater. Why T1 is greater? So T1 is greater, mg is less. So net force will be T1 minus mg. So net force will be towards the center, and that force will provide centripetal force. It is a concept. See, tell me about point A. So at the point A, so say about point A. What is the net force? Say net force is net force is what? T1 minus mg. This is the net force. This net force provides centripetal force. What is centripetal force? mv square by r. Here v is v1. So I am getting my first equation. Now say about point B. So point B, how many forces are acting? Two forces are acting. What are they? mg and T2. What is the net force? T2 plus mg. This will provide centripetal force. What is the centripetal force? mv square by r. What is v? v2. Equation number 2. Then subtract the equations. Equation 1 minus equation 2. So LHS minus LHS is equal to RHS minus RHS. Say T1 minus mg minus this one. So minus T2 minus mg is equal to say this minus this mv1 square by r, mv1 square by r minus mv2 square by r. Okay, then say T1 minus T2 minus 2mg is equal to say m by r into v1 square minus v2 square. No problem. Then what is the next one? See, what is the next step? See, I have to put this equation in a box. Okay, no more step. Where is step? Then what is the next? See, at point A is the lowest position. So in this lowest position, no potential energy.
only kinetic energy. Then this is uppermost position. It is at a height 2r. So in this position, your stone will have potential energy. So at the same time, it is moving. So it will have kinetic energy. By law of conservation of energy, energy at A and energy at B are same. So kinetic energy at A becomes what? Kinetic energy and potential energy at B. Okay, no doubt. Then put the values. What is the kinetic energy? Half mv square. Then what is velocity there? V1. So equal to, what is the kinetic energy at B? Half mv square. Then V is V2. Then plus, what is the potential energy at B? Potential energy is mgh. What is the height to which your stone is rising? 2r. So mg into h is 2r. No problem. Then say multiply throughout by 2. So you are getting mv1 square is equal to mv2 square plus 4mgr. Okay, then you divide throughout by m. So I am getting v1 square is equal to v2 square plus 4gr. No problem. Then v1 square minus v2 square is equal to what? 4gr. So you are getting the next equation. Any problem? Then, so in our original equation, in equation number 3, you put this value. So T1 minus T2 minus 2mg is equal to, say, m by r into v1 square minus v2 square is 4gr. 4gr. R cancel. I am getting, say, T1 minus T2. T1 minus T2 is equal to, say, T1 minus T2 minus 2mg. So T1 minus T2 minus 2mg. So I shall erase that step. Okay. See once again. See what is the step? T1 minus T2 minus 2mg. T1 minus T2 minus 2mg is equal to, say, 4mg. 4mg. No problem. Then T1 minus T2 is equal to, say, this will come to the right side, it is 6mg. So what is the difference between the tensions? Difference between the tensions is 6mg. I got a result. Then what is the next one? See, what is the next one? See, next you have to calculate some more things. See, your stone is moving at a slow speed. So if it is moving at that slow speed, it can reach point B and just cross the point B. So that time, see, there is no slackening for the string. So we assume that the tension in the string is 0. So to avoid slackening at B, okay, T2 value should be taken as 0. So the only force acting is mg. This mg will be directed towards the center. It will provide centripetal force. So mg will provide centripetal force. What is centripetal force? mv square by r. What is v there? v2. mm cancel. So mm cancel. R taken here. So gr equal to v2 square. Then what is v2? v2 equal to root of gr. This is the minimum velocity required at the point B to avoid slackening of the string. Then put this value in this equation. Put this value in this equation. Say, V1, say V1 square minus, what is V2 square? V2 square is GR. So GR is equal to 4GR. 4GR. So V1 square equal to 5GR. So V1 equal to root of 5GR. No problem. This is a velocity required at the point A such that your string can just move in the circle. Okay. So which tension is greater? T1 greater. So what is the difference between tensions? T1 minus T2 is equal to, what is the answer of T1 minus T2? 6mg. Then what is the minimum velocity required at the point B to avoid slackening the string? It is root of gr. Then what is the minimum velocity required at a point A such that your stone can move in the circle? It is root of 5gr. Okay.